ഗുഡ് മോർണിംഗ് ശ്രീ മുഹമ്മദ് റിയാസ് മിനിസ്റ്റർ. ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺ. യെസ്, ഉഷാറാണെന്ന് തോന്നുന്നു അല്ലേ? രാവിലെ ഈ കുറച്ച് ദിവസങ്ങളായിട്ട് സമൂഹ മാധ്യമങ്ങളിലും പിന്നെ ചില മുഖ്യധാരാ മാധ്യമങ്ങളിലുമൊക്കെ പലതരത്തിലുള്ള പ്രതികരണങ്ങളാണ് വന്നത്. ഇന്നലെ റീൽസ് വന്നതിന് ശേഷം ഒരുപാട് പേരത് കണ്ടു, ആ അഭിപ്രായം ആളുകൾ കേട്ടു. എങ്ങനെയുണ്ടായിരുന്നു ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ? എല്ലാ ദിവസവും ഉഷാറാണ്. അതുപോലെ തന്നെയാണ് ഇന്നത്തെ ദിവസം. നമ്മളൊന്നും വ്യക്തിപരല്ലല്ലോ, നമ്മളൊക്കെ ഏത് ചുമതല നിർവഹിക്കുന്നതും ഒരു പ്രസ്ഥാനം ചുമതലപ്പെടുത്തിയിട്ടാണല്ലോ. ആ ചുമതല നിർവഹിക്കുക എന്നുള്ളതാണ്. ആ ചുമതല നിർവഹിക്കുമ്പോൾ നമ്മൾ ശരിയായ പാതയിൽ, പ്രസ്ഥാനം ഉദ്ദേശിച്ച പാതയിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ സ്വാഭാവികമായും LDF അല്ലെങ്കിൽ എൻ്റെ പാർട്ടി മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയത്തിനോട് താല്പര്യമില്ലാത്ത, എതിർപ്പുള്ള രാഷ്ട്രീയ എതിരാളികൾ വലിയ നിലയിൽ അക്രമം നടത്തും. അപ്പോൾ ആ അക്രമം ശക്തിപ്പെടുന്നതിനനുസരിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ശരിയായ പാതയിലാണെന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ശരിയായ പാതയിൽ മുന്നോട്ട് പോവുകയാണ്. പ്രസ്ഥാനവും ജനങ്ങളും ഏൽപ്പിച്ച ഉത്തരവാദിത്വം നിർഭയം നടപ്പിലാക്കാൻ ഇടപെടാൻ ഇനിയും മുന്നോട്ട് പോകും. ഈ ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്ക് സംശയമുള്ളത്, എനിക്കൊന്ന് പ്രേക്ഷകർക്ക് സംശയമുള്ള കാര്യങ്ങളാണ്. ഇപ്പോഴും പ്രേക്ഷകരുടെ ഇടയിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് പോലും ഒരു സംശയമുള്ളത്, ഇത് സംസ്ഥാന സർക്കാരിന് ഇക്കാര്യത്തിൽ എന്തോ ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന മട്ടിലൊരു പ്രചരണം ഇങ്ങനെ കൊണ്ടുപിടിച്ച് നടക്കുന്നുണ്ട്. അത് മിനിസ്റ്റർ ഇന്നലെ വിശദീകരിക്കാൻ പരമാവധി ശ്രമിച്ചു. മുഖ്യമന്ത്രി അത് ഇന്നലെ വിശദീകരിക്കുകയും ചെയ്തു. ആ മുതൽ ഇക്ഷ വരെ ഈ ദേശീയപാതയുടെ നിർമ്മാണത്തിൽ കേന്ദ്ര ദേശീയപാത അതോറിറ്റിക്കാണ് ചുമതലയുള്ളത് സാങ്കേതികമായി. ഇങ്ങനൊരു തെറ്റിദ്ധാരണ വരാൻ എന്തായിരിക്കും ഇടയായിട്ടുണ്ടാവുക ശ്രീ മുഹമ്മദ് റിയാസ്? അത് വളരെ ബോധപൂർവം LDF സർക്കാരിനെ കരിവാരി തേക്കാനുള്ള ശ്രമമാണ്. കാരണം അത്രക്ക് ഭയക്കുന്നുണ്ട്. ഇപ്പോൾ ഒരുപാട് മുദ്രാവാക്യങ്ങൾ നാടിൻ്റെ രാഷ്ട്രീയ ഗതിവിഗതികളെ മാറ്റിമറിച്ചിട്ടുണ്ട്. എന്നാൽ തെറ്റായ മുദ്രാവാക്യങ്ങൾ നമുക്കറിയാം, ഒരു സംശയമില്ല, സ്വന്തം സംരക്ഷണത്തിന് വേണ്ടി പലരും ഉപയോഗിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ പരിശോധിച്ചാൽ അറിയാം, UDFും BJPയും അവർ ഉയർത്തുന്ന സംസ്ഥാന സർക്കാരിനെതിരെയുള്ള മുദ്രാവാക്യങ്ങളൊക്കെ ജനങ്ങൾ തള്ളിക്കളയുകയാണ്. പശ്ചാത്തല വികസന മേഖലയിൽ 2016 മുതൽ LDF സർക്കാർ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാം. റോഡുകൾ, പാലങ്ങൾ ഇതെല്ലാം വന്നു. കഴിഞ്ഞ ഗവൺമെൻറ് സഖാവ് G സുധാകരൻ്റെ നേതൃത്വത്തിൽ LDFിൻ്റെ നയം നടപ്പിലാക്കി. ഈ 2021 സഖാവ് പിണറായി വിജയൻ്റെ ഗവൺമെൻറ്റിൽ LDFിൻ്റെ നയം നടപ്പിലാക്കാനാണ് ഓരോ മന്ത്രിമാരെയും ഓരോ വകുപ്പ് ഏൽപ്പിച്ചത്. പൊതുമരാമത്ത് വകുപ്പും ടൂറിസം വകുപ്പും വ്യക്തിപരമായി എന്നെ ഏൽപ്പിച്ചു. അത് ഞാനും നടപ്പിലാക്കുന്നു. അപ്പോൾ ഈ 9 വർഷം എടുത്ത് പരിശോധിച്ചാൽ അത്ഭുതകരമായ മാറ്റമാണ്. ആ മാറ്റത്തിൽ ഏറ്റവും വലിയ നിലയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നാണ് ദേശീയപാതയുടെ വികസനം. ഒറ്റ ക്വസ്റ്റ്യൻ ഡോക്ടർ അരുൺ ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. 2016 ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ LDF സർക്കാർ അധികാരത്തിൽ വന്നിട്ടില്ലായിരുന്നുവെങ്കിൽ ഈ ദേശീയപാത വികസനം ഇന്ന് കാണുന്നത് പോലെ ഉണ്ടാകുമായിരുന്നു? ഇല്ല. 2014 മലയാളിയുടെ സ്വപ്ന പദ്ധതിക്ക് റീത്ത് വെച്ച് പോയതാണ്. 2014 എന്താ റീത്ത് വെക്കാൻ കാരണം? അന്ന് സംസ്ഥാനം ഭരിച്ച UDF, ആ UDFിൻ്റെ കെടുകാര്യസ്ഥതയാണ് അതിൻ്റെ കാരണം. UDFിൻ്റെ കെടുകാര്യസ്ഥത മൂലം അന്ന് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യക്ക് ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി സാധിച്ചില്ല. അവരുടെ ഓഫീസ് പൂട്ടിപ്പോയി. അതിൻ്റെ അന്നത്തെ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഉത്തരവ് ഞാൻ ഒരിക്കൽ നിയമസഭയിൽ സൂചിപ്പിച്ചതാണ്. പുറത്ത് പ്രസംഗങ്ങളിലും ഞങ്ങളെല്ലാവരും സൂചിപ്പിച്ചതാണ്. അന്ന് പോയി. LDFിൻ്റെ പ്രകടന പത്രികയിൽ എഴുതി വെച്ചു, NH66 യാഥാർത്ഥ്യമാക്കാൻ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ തയ്യാറാകും, ആ പ്രവർത്തനം പുനരുജ്ജീവിപ്പിക്കും. പലരും പരിഹസിച്ചു. എന്നാൽ LDF 2016 അധികാരത്തിൽ വന്നു. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി സഖാവ് പിണറായി വിജയൻ ഉടൻ തന്നെ ഡൽഹിയിൽ പ്രധാനമന്ത്രിയുമായും ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രി ശ്രീ നിതിൻ ഗഡ്കരിയുമായും ചർച്ച ചെയ്തപ്പോൾ ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കൂടുതൽ പണം തരാൻ വേണ്ടി പറ്റാത്ത സ്ഥിതി വന്നു. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാന സർക്കാർ ദേശീയപാത വികസനത്തിന് പണം മുടക്കാൻ തീരുമാനിച്ചത്. അത് 100-200 കോടിയല്ല ഡോക്ടർ അരുൺ, 5600ഓളം കോടിയാണ്. ഞാൻ അതിൻ്റെ കൃത്യമായ കണക്ക് പറഞ്ഞുകൊണ്ട് വീണ്ടും ആവർത്തിക്കുന്നില്ല. ഇത് നിഷേധിക്കാൻ UDFിന് പറ്റുമോ? ഇത് നിഷേധിക്കാൻ കേരളത്തിലെ BJPക്ക് പറ്റുമോ? അങ്ങനെ പണം മുടക്കാൻ സംസ്ഥാന സർക്കാർ മറ്റ് വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഫണ്ട് ചെലവഴിക്കേണ്ട ഘട്ടത്തിലും ഇതിൻ്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ് ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി ഒരു സംസ്ഥാന സർക്കാർ ഇങ്ങനെയൊരു തീരുമാനം കൈക്കൊണ്ടിട്ടില്ലായിരുന്നുവെങ്കിൽ നമ്മൾ ഇന്നിങ്ങനെ ഇപ്പോൾ ചർച്ച എങ്ങനെയായിരിക്കുമോ ചെയ്യുക? ഇങ്ങനെ ചെയ്യുന്ന സ്ഥിതി ഉണ്ടാവുമോ?